രമണിയെ ഒന്നും ഇങ്ങോട്ട് വരിക. ആ വന്നോര് പോയോ നോക്കുക. ഇനി മേലാക്ക ഒരാളെ കല്യാണം നടത്താൻ പാടില്ല അയാൾ. പോരി ഇങ്ങട്. അപ്പുണ്ണിക്ക് നല്ല കച്ചവടാണ്. അപ്പുണ്ണേ പടച്ച തമ്പുരാനെ ഇതെന്താ കൂറാട്ടത്താടിയമാതിരി കിടക്കണു? കോയനെ കോയ ഒന്ന് പൊക്കുക, പെട്ടെന്ന് പൊക്കുക. അതിന് എവിടെ ഇതിന്റെ മുന്നും മൂടേതാന്ന് അറിയണ്ടേ? ബസ്സിലൊക്കെ കേറിയിരിക്കണോ കോയെ? പോയോ അപ്പുണ്ണിയെ? ഇവിടെ ഉണ്ടോ? അതിന്റെ മുന്നില പോയോ? ഒരു കൂട്ടം ആൾക്കാരാണ് പോയി. ഇന്ന് നല്ല കച്ചവടല്ലേ? അത് പറയാണ്ടിരിക്കാ നല്ലൊരു കോയെ. ഓല് വന്നതിനെതിരെ അജ്ജ് ഇങ്ങനെ കിടക്കണു. ഒരു ജാതകം നോക്ക് അങ്ങോട്ട് വന്ന ഞാനാണെങ്കിൽ 10 ൽ 10 പൊരുത്തെന്ന് പറഞ്ഞു. എന്നിട്ടോ ജാതകം ആകെ തെറ്റി. എന്നിട്ട് എന്റെ 10 പറ്റിട്ടാ പോയത് കോയെ. തന്നെ ഊരെ ചവിട്ടി മുട്ടു. ഓല് ഈ പഞ്ചായത്തൊക്കെ കഴിഞ്ഞു വയ്ക്കും. അങ്ങോട്ട് വന്നേ. ഞാനേ മകളെ കുടിയിരിക്കലുണ്ട്. അപ്പൊ അവർക്ക് നല്ല ഫർണിച്ചർ കൊണ്ടേ കൊടുക്കണം. അപ്പൊ നല്ല സാധനം ഇവിടെ കിട്ടാൻ ചോദിച്ചാൽ വേണ്ടിട്ട് വന്നാ കോയെ. അതിനെനിക്ക് കബഡി നിരത്തിയിട്ടോ വെറ്റിലടക്കിയാലും മഷിട്ട് നോക്കണ്ടോ ആവശ്യം വരുന്നില്ല. അത് നോക്കാതെ പറയോ? സ്വന്തമായിട്ട് ഫർണിച്ചറിന്റെ ഫാക്ടറി ഉള്ള ഒരു ടീമുണ്ട്. അതെല്ലാരും പറയുന്ന പരിപാടിയാണ്. എന്നിട്ട് ഈ പൊടിയണ്ടിക്ക് പെയിന്റ് അടിച്ചിക്കാണ്ട് തേക്കൊണ്ട് വര അടിച്ചിക്കാണ്ട് ആ ഉറപ്പില്ലാത്ത സാധനം വെച്ച് വേണ്ട. എന്റെ ദേവിയ പഞ്ഞിമുട്ടായിക്കാരി അതിന്റെ മണിയാ. അത് ശരി. ഉള്ളിക്കോട്ട് പോവാ. രമണിയേ എന്തേ അപ്പൊ ഉള്ളിക്ക് പോവാൻ പറഞ്ഞു? തന്റെ പണിയിലെ കഴിക്കും ഞാൻ. ഉള്ളോട്ട് പോവാനല്ല പറഞ്ഞേ. ഉള്ളുക്ക് എന്ന് പറഞ്ഞൊരു ഫർണിച്ചറിന്റെ ഷോപ്പ് ഉണ്ട്, അങ്ങനെ പോവാനാ പറഞ്ഞേ. ഉള്ളുക്കോ? ആ കട എവിടെയുള്ളത്? അവിടെ പോയിട്ട് എത്താൻ മെച്ചം. അവിടെ പോയാ തനിക്ക് ഫാക്ടറി വിലയില് സാധനങ്ങൾ കിട്ടും. ഫാക്ടറി ഉണ്ട് എന്ന് എല്ലാവരും പറയണ്ടാണ്. കാണാതെ എനിക്ക് വിശ്വാസമല്ലേ. എന്നാ താൻ എന്റെ കൂടെ വരിക, ഞാൻ കാണിച്ചു തരാം. അങ്ങടല്ല ഇങ്ങടെ. രമണിനോട് പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം. താങ്കൾ നടക്കാം. പോടി ഉള്ളിക്ക് അവള് കെട്ടും പറഞ്ഞോട്ട് ഒരുങ്ങി നിൽക്കുക ചുണ്ടലി.